Hello friends, welcome to the channel. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിന്റെ S21 FE എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ബോക്സ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നിരിക്കുന്നത് നമുക്ക് ഓവർ എക്സ്പ്ലോഷൻ വരുന്നുണ്ട്, ലൈറ്റ് കുറച്ച് ഓവറാണ് ഇവിടെ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇത് 2023 മോഡലാണ്. നമ്മുടെ 888 നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 പ്രൊസസർ വരുന്ന ഒരു മോഡലാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അറിയായിരിക്കും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 49,999 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയായിരിക്കും നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ പഴയ മോഡൽ, അതായത് നമ്മുടെ എക്സിനോസ് മോഡൽ ഇപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ 35 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ പ്രൈസിന് 2023 ഈ പ്രൈസ് കൊടുത്താൽ നമുക്കിത് നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മുടെ കൊടുക്കുന്ന മണിക്ക് വാല്യൂ ആണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നമുക്ക് പറയായിരിക്കും നമ്മുടെ S22 പ്ലസും S23 അങ്ങനെയൊക്കെ ആയിട്ട് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് S21 ആണ്. അപ്പോൾ S21 ഓൾമോസ്റ്റ് സ്പെക്സും അതുപോലെ തന്നെ അതേ ക്വാളിറ്റി ക്യാമറാസൊക്കെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്യാമറാസും വീഡിയോ പർപ്പസും അതുപോലെ തന്നെ മോസ്റ്റ്ലി എല്ലാ ഫ്ലാഗ്ഷിപ്പിൽ നമ്മുടെ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പിലുള്ള മോസ്റ്റ്ലി ഒരു 99% ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൈസിന് കിട്ടുകയാണെങ്കിൽ നമുക്കിത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ വാല്യൂ ആണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ ബോക്സ് പാക്കേജ് നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കുന്നത്, അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പഴയ അതേ സെയിം ബോക്സ് തന്നെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. നമ്മുടെ ഇതിൻ്റെ MRP കൊടുത്തേക്കുന്നത് 75,000 രൂപയ്ക്കാണ് MRP കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതാ 75,000 രൂപയ്ക്കാണ് MRP കൊടുത്തത്. ഇത് 8GB വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കുന്നതിന് ആകെ ഒരു വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ, 8GB വേരിയൻ്റ് ഉള്ളൂ. പിന്നെ വരുന്നത് 250GB ആണ്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി നമുക്ക് കിട്ടിയത് ഞാൻ ആക്ച്വലി ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 2-3 ദിവസമായിട്ട് നമുക്ക് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. നമ്മുടെ ആ ബ്ലാക്ക് മോഡൽ തന്നെ ഇത് നമുക്കൊരു പുതിയ കളറും വരുന്നുണ്ട്, ഒരു ബ്ലൂ കളറും വരുന്നുണ്ട്. പക്ഷേ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി ബ്ലാക്ക് തന്നെ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ 2023 നമ്മുടെ S21 FE എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒറ്റ ഉത്തരം എടുക്കാൻ തന്നെയാണ്. വെച്ചാൽ നമുക്കിതിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ എക്സിനോസ് മോഡലൊക്കെ നോക്കുകയാണെങ്കിലോ നിങ്ങൾക്കിപ്പോൾ ഒരു 29,000 രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതും വരാണ്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10 രൂപയുടെ ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടിയ സാധനം. അപ്പോൾ അതിന് ഞാൻ പച്ചയ്ക്ക് 100 പറഞ്ഞു കഴിഞ്ഞാൽ 100% വേർത്ത് തന്നെയാണ് പറയുന്നത്. വെച്ചാൽ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടോ, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ശരിക്കും നമ്മുടെ S22 പ്ലസ് ഒക്കെ ആയിട്ട് ഞാൻ ആക്ച്വലി ഇത് നമ്മുടെ ഇപ്പോൾ ഓഫറിൽ നമുക്ക് S22 പ്ലസ് 59,000 രൂപയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. S20 പ്ലസ് എന്ന് പറയുമ്പോൾ S23 പ്ലസ് ആയിട്ട് ഒരു 99% സിമിലർ ആണ്. അതിൻ്റെ ക്യാമറ സെൻസേഴ്സ് അടക്കം സെയിം ആണ്. അതിൻ്റെ ആകെ മെയിൻ പ്രൊസസർ വന്നിരിക്കുന്ന പ്രൊസസർ ചേഞ്ച് ആണ്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ പെർഫോമൻസിലൊക്കെ 1%, 2% ഡിഫറൻസ് വരുന്നുള്ളൂ S22 പ്ലസും S23 പ്ലസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ 75,000, 78,000, 80,000, 9,000 കൊടുത്തിട്ട് S23 സീരീസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഓൾമോസ്റ്റ് സ്പെക്സ് നമുക്ക് ഇപ്പോൾ S22 പ്ലസിലൊക്കെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ സാധനം വരുന്നത്. ഇതും S20 FE എന്ന് പറയുന്നത് ഫാൻ മോഡലാണ്. അവർ S23 FE ഇറക്കാൻ പോകുന്നുണ്ട്. അതായത് നമ്മുടെ സാംസങ്ങിൻ്റെ S23 മോഡലിൻ്റെ ഫാൻ സീരീസ് ഇറക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാലം മുമ്പ് ഇത് നിർത്തി എന്നൊക്കെ പറഞ്ഞ് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫാൻ സീരീസ്. പക്ഷേ നിർത്തിയിട്ടില്ല. എന്താ വെച്ചാൽ റീസെൻ്റ്ലി ഇപ്പോൾ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് S23 FE ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ലോഞ്ച് ആവും. ഓൾമോസ്റ്റ് നമുക്കൊരു 60,000 ആ റേഞ്ചൊക്കെ പ്രൈസ് അവർ പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ അതിനായിട്ടും കുറയാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ആകെ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബാക്ക് തന്നെയാണ്. നമ്മൾ ഓൾറെഡി അറിയിക്കും പഴയ നമ്മുടെ നമ്മുടെ S21 FE ഉണ്ടല്ലോ, അതേ സെയിം തന്നെ. ഇതിലാകെ മാറ്റം വന്നേക്കുന്നത് നമ്മുടെ പ്രൊസസ്സറും മാത്രം മാറ്റം വന്നിട്ടുള്ളൂ. നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കാണിച്ചില്ല. ഞാൻ കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കി. എനിക്ക് ഇതിൻ്റെ വീഡിയോ പെർഫോമൻസും അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ പഴയ ഫോൺ തന്നെയാണ്. അപ്പോൾ അതൊരു പുതിയ പ്രൊസസ്സറിൽ ഇറക്കിയെന്ന് മാത്രം. പുതിയ പ്രൊസസ്സർ എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് ഈ ഫോൺ എക്സിനോസ് മോഡലിൽ നമ്മൾ ഇന്ത്യയിൽ ഇറക്കിയപ്പോൾ ഇത് ആക്ച്വലി യൂറോപ്യൻ മോഡലിൽ സ്നാപ്ഡ്രാഗൺ 888 വെച്ച് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു പഴയ സ്റ്റോക്ക് ഇന്ത്യയിലേക്ക് ഇറക്കിയതാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ചെറിയൊരു ഡിഫറൻസും അതുപോലെ തന്നെ ക്യാമറയിലെ പെർഫോമൻസിലും ചെറിയൊരു ഡിഫറൻസ് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 വന്നപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ എക്സിനോസിനെക്കാട്ടും പവർഫുൾ ആണ് നമ്മുടെ 888 വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഗെയിമിംഗ് പർപ്പസിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ് നിങ്ങൾ 888 പ്രൊസസ്സറുള്ള മോഡൽ വാങ്ങിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എനിക്ക് മറ്റേ മോഡൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂ സംഭവമൊന്നും ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ആ സംഭവത്തിലൊക്കെ എന്തായാലും സാംസങ് കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രെയിമൊക്കെ അലുമിനിയം തന്നെയാണ്. ബാക്ക് മാത്രം പോളികാർബണേറ്റ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് വിക്ടസ് വരുന്നുണ്ട് പ്രൊട്ടക്ഷനായിട്ട്. അതും നല്ലൊരു ടോപ്പ് പോയിന്റ് തന്നെയാണ്. നമുക്ക് 25 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ കൊണ്ടുവന്ന നല്ല കൂറ പരിപാടി തന്നെ പറയേണ്ടി വരും. നമ്മുടെ എന്താ പറയുക, ചാർജറും കാര്യങ്ങളൊക്കെ എടുത്ത് കളയുന്ന പരിപാടി അതും ഇവർ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ എല്ലാ ഫോണിലും അതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. പറയുമ്പോൾ ഇത് ആപ്പിൾ സംഭവം ലോഞ്ച് ചെയ്ത സമയത്ത് അതിനെതിരെ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടാകുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ. എന്നിട്ട് അവരും നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ അവരും തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ സെപ്പറേറ്റ് 25 വാട്ടിൻ്റെ സാംസങ്ങിൻ്റെ ചാർജർ വാങ്ങിക്കാൻ വരും. നമുക്ക് ബോക്സിൽ ഈ കേബിൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ
അത് വാങ്ങിക്കാൻ മറക്കണ്ട. 25 വാട്ട് നമുക്ക് ചാർജിങ് ഫാസ്റ്റായിട്ട് അത്യാവശ്യം ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അണ്ടർ 1 hour നമുക്ക് ഇതിൽ ചാർജ് ആവുന്നുണ്ട്. പിന്നെ ക്യാമറ പെർഫോമൻസ് എനിക്ക് എടുത്ത് പറയാനുള്ളത് നല്ല ക്വാളിറ്റി ക്യാമറാസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഷട്ടർ സ്പീഡും അതുപോലെ തന്നെ മോസ്റ്റ്ലി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നോക്സ് സെക്യൂരിറ്റി വരുന്നതാണ്. നോക്സ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഒരു ഫയർ വോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ആപ്പിളിനുണ്ടോ പരിപാടി. അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൽ ഏറ്റവും സേഫസ്റ്റ് ഫോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോക്സ് സെക്യൂരിറ്റി ഉള്ള സാംസങ് ഫോൺ തന്നെ വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി തന്നെയാണ്. അത് ചിപ്പ് ലെവൽ സെക്യൂരിറ്റി തന്നെയാണ്, ഹാർഡ്വെയർ ലെവൽ സെക്യൂരിറ്റി തന്നെയാണ് നോക്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് IP68 ഒരു എന്താ പറയുക വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് വരുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ കേസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇതിൽ സുഖമായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കയറിയിരിക്കും. അപ്പോൾ നമുക്ക് ഈ IP68 ഒക്കെ ഉണ്ടെങ്കിൽ പറയുമ്പോൾ IP68 ഉണ്ടായിട്ടും നമുക്ക് വെള്ളം കയറി എങ്ങനെയെങ്കിലും വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അതിന് വാറണ്ടി ഒന്നും കിട്ടില്ല കേട്ടോ. അത് എല്ലാ ബ്രാൻഡ് അതേപോലെ തന്നെ ചെയ്യുന്നത്. പക്ഷേ കയറാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നമ്മളിത് പൊടിയും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ നമ്മൾ ഈ സാധനം ഊരിയിട്ട് ചുമ്മാ കഴുകുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ തുടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയ്ക്കും ക്ലീൻ ആവില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടൈമിലൊക്കെ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് IP68 അതിനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈസ് പ്രത്യേകിച്ച് ഈ പ്രൈസിനൊക്കെ അതായത് എക്സിനോസ് വേരിയൻ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൈസിന് നല്ല വെർത്ത് തന്നെയാണ് ഈ സാധനം. അപ്പോൾ നിങ്ങൾക്ക് എക്സിനോസ് മോഡലായാലും നമുക്ക് ആവറേജ് പർപ്പസിനും അതുപോലെ തന്നെ നോർമൽ സംഭവത്തിനൊക്കെ ഉപയോഗിക്കാം. ഗെയിമിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല എക്സിനോസ്. ബാക്കിയുള്ളവരൊക്കെ ക്യാമറ പെർഫോമൻസ് ഒക്കെ സൂപ്പറാണ്, വീഡിയോ പെർഫോമൻസും സൂപ്പറാണ്. നിങ്ങൾ S20+ ആയിട്ടൊക്കെ ഇതിൻ്റെ ക്യാമറ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഭയങ്കര സ്ലൈറ്റ് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതും നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും പ്രൈസ് കൊടുത്തിട്ട് ഒരു 30,000-40,000 പ്രൈസ് ഡിഫറൻസിൽ നമുക്ക് ഈ സാധനം കിട്ടുന്നതെന്ന് പറയുമ്പോൾ അത് ബെസ്റ്റ് തന്നെയാണ് നോക്കിക്കഴിഞ്ഞാൽ. ആ S21 എന്നുള്ളൊരു പേര് മാത്രമേ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ S21 എന്ന് പറയുമ്പോൾ കുറച്ച് പഴയതാണല്ലോ. ഇപ്പോൾ S23 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ശരിക്കും നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. ബാക്കി എല്ലാം ഓവറോൾ ടോപ്പ് നോച്ച് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ്. ബിൽഡ് ക്വാളിറ്റിയും നല്ല കിടു സാധനം തന്നെയാണ്. എനിക്ക് കുറേ പേര് പറയുന്നത് ഇതിന് റേഞ്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ റേഞ്ച് ഇഷ്യൂവും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. എനിക്ക് ഫുൾ റേഞ്ച് തന്നെയാണ് ഇതിൽ വരുന്നത്. നമുക്ക് ജിയോ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഐഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് റേഞ്ച് ഇഷ്യൂ കാണിക്കുക, ഇടയ്ക്ക് റേഞ്ച് ഇഷ്യൂ വരാറുണ്ട്. പക്ഷേ ഈ സാധനത്തിൽ തീരെ റേഞ്ച് ഇഷ്യൂ ഇല്ല. ഇതിലുണ്ടോ എൻ്റെ സെയിം ജിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഫുൾ റേഞ്ച് കാണിക്കുന്നില്ല. ഇതും ജിയോ തന്നെയാണ്. ഇത് കണ്ടോ, ഇതിൽ നമുക്ക് ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ റേഞ്ച് ഇഷ്യൂ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. റേഞ്ച് ഇഷ്യൂ ഒന്നും പറയാൻ നമുക്കില്ല കേട്ടോ. അതെനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇതിൽ നമുക്ക് പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം ഫിക്സ് ആയതൊന്നും അറിയില്ല. ലേറ്റസ്റ്റ് ആണ് അതിൻ്റെ പറയുമ്പോൾ നമുക്ക് ഇതിൽ ലേറ്റസ്റ്റ് 13 അതിനാണ് വരുന്നത്. നമുക്ക് അറിയായിരിക്കും സാംസങ്ങിൻ്റെ അപ്ഡേറ്റ് പുഷിങ് ഇപ്പോൾ സൂപ്പറാണ്. എല്ലാ മാസവും വരുന്നുണ്ട്. നമ്മൾ സാംസങ്ങിൻ്റെ ടാബ് ഉപയോഗിക്കുന്നുണ്ട്, സീരീസ് ടാബ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് റെഗുലറായിട്ട് അപ്ഡേറ്റ് വരുന്നുണ്ട്. മന്ത്ലി സെക്യൂരിറ്റി അപ്ഡേറ്റ്സും വരുന്നുണ്ട്. ഇതിൽ നമുക്ക് റീസെൻ്റ്ലി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ അൺബോക്സ് സമയത്തിൽ NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ മിസ്സായിട്ടുള്ള സംഭവം ഭയങ്കര കുറവാണ്. മിസ്സായെന്ന് പറയാൻ എടുത്ത് പറയാനുള്ള സംഭവം ഭയങ്കര കുറവാണ്. ഇതിൽ നമുക്ക് സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് One UI 5.1 ആണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 13 ആണ് വരുന്നത്. നമുക്ക് 4 കൊല്ലത്തെ എന്താ പറയുക സെക്യൂരിറ്റി അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ അവർ പ്രോമിസിങ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സാംസങ്. അതൊരു വലിയ മൂവ് തന്നെയാണ്. പക്ഷേ ഈ വാറണ്ടി കഴിഞ്ഞിട്ട് അവർ ഈ സ്ക്രീൻ കോൾ ചെയ്യുന്ന പരിപാടി അതല്ല ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്, ആപ്പിളിനും ഉണ്ട്. അത് മാത്രം ഒന്ന് നിർത്തി കഴിഞ്ഞിട്ട് മതി. അത് കുറച്ച് ഈ ഗവൺമെൻറ് സൈഡിൽ നിന്ന് കുറച്ച് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കുറച്ച് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഇവർ നിർത്തുള്ളൂ. എന്ന് വെച്ചാൽ പുറത്തൊക്കെ ഇങ്ങനെയല്ല, കൺസ്യൂമർ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതേപോലെയൊക്കെ ആകുമ്പോൾ ഈ കമ്പനികൾ ഇങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റില്ല. അതവർ ഇന്ത്യൻ മാർക്കറ്റിനെ നോക്കി വന്നിട്ട് ഇതൊക്കെ തന്നെയാണ് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ കമ്പനീസും ഈ പരിപാടി ഉണ്ട്, ആപ്പിൾ അടക്കം പറയണോ. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണും പൂട്ടി എടുക്കാൻ ഈ സംഭവം ഈ S21 FE നിങ്ങൾ പേര് നോക്കാൻ നിൽക്കണ്ട. എന്താ വെച്ചാൽ അത്രയ്ക്ക് നല്ല പെർഫോമൻസും നമ്മുടെ 2023 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ പിക് ക്വാളിറ്റിക്ക് എനിക്ക് നമ്മുടെ ഈ iPhone 13 ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈക്വൽ അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. പ്രത്യേകിച്ച് ലോ ലൈറ്റിലൊക്കെ ഇതിനായിട്ടും സൂപ്പറായിട്ട് ഫോക്കസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ iPhone 13 സീരീസിൻ്റെയും 14 സീരീസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്യൂ ആയിരിക്കും. ഇത് ഭയങ്കര സൂമായി കഴിഞ്ഞാൽ ഭയങ്കര അടുത്തുള്ള, അതായത് നമുക്ക് ഇപ്പോൾ ഒരു പൂവിൻ്റെ ഒക്കെ ചെറുതായിട്ട് അടുത്ത് പോയി എടുക്കണമെന്ന് വെച്ചാൽ അത് ഫോക്കസ് ആവില്ല. അങ്ങനെ ഇഷ്യൂ ഉണ്ട് സാംസങ്ങിന് അല്ല അപ്പോൾ ഐഫോൺസിൻ്റെ ഈ നോർമൽ സീരീസിന്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മുമ്പും കുറച്ച് കാലമായിട്ട് ഇറങ്ങിയ ഫോൺ തന്നെയാണല്ലോ. ജസ്റ്റ് ആ പ്രോസസ്സർ മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാത്തത്. അതുപോലെ തന്നെ ബോക്സ് അടക്കം സെയിം ആണ്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. ബൈ.